ഹായ്, മത്തി വെച്ച് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഡേവിസ് പാൻ എന്ന കുഞ്ഞു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഞാൻ ഈ മത്തിയിലേക്ക് എരിവിനാവശ്യമായ മുളക് പൊടിയും 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് തിരുമ്മി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കണം. ഇതിലേക്ക് ഞാൻ വെളുത്തുള്ളി പേസ്റ്റോ അല്ലെങ്കിൽ ഇഞ്ചി പേസ്റ്റോ ഒന്നും തന്നെ ചേർത്ത് കൊടുത്തിട്ടില്ല. വെറും മുളക് പൊടിയും അതുപോലെ മഞ്ഞൾപ്പൊടിയും ഉപ്പ് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അതുകൂടെ ചേർത്ത് നല്ലോണം ഒന്ന് തിരുമ്മി യോജിപ്പിച്ച് 10 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പം ഞാനിവിടെ 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു പാനിലേക്ക് ഓയിൽ ചൂടായതിനു ശേഷം നമ്മുടെ ഈ മത്തി ഒന്ന് നിരത്തി കൊടുത്തിട്ടുണ്ട്. ഒരു സൈഡ് ഒന്ന് ഫ്രൈ ആയി കിട്ടിയതിന് ശേഷം നമുക്ക് ഇത് മറിച്ചിട്ട് കൊടുക്കാം. ഒരു സൈഡ് ഫ്രൈ ആയി, അപ്പോൾ നമുക്ക് മറു സൈഡ് കൂടി ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. നല്ലോണം ക്രിസ്പി ആയിട്ട് എടുക്കാനാണ് ഇഷ്ടമെന്ന് വെച്ചാൽ അങ്ങനെയും ചെയ്യാം. ഇതെല്ലാം നല്ലോണം ഒന്ന് മൂത്തിയിട്ടിട്ടേ നമ്മുടെ മീനെല്ലാം നല്ലോണം ഒന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നമുക്കിതിനെ ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റി വയ്ക്കാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ടച്ച് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഡേവിസ് പാൻ എന്ന എൻ്റെ കുഞ്ഞു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ കൂടെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ ഓണാക്കി ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് ഇതേ ഓയിലിൽ തന്നെ ഒരു 10-15 ചെറിയ ഉള്ളി ക്ലീൻ ചെയ്തിട്ട് കൊടുക്കാം. ഞാനിവിടെ ഓയിലൊന്നും മാറ്റിയിട്ടില്ല. നമ്മുടെ മീൻ ഫ്രൈ ചെയ്ത അതേ മസാലകളെല്ലാം അടങ്ങിയ അതേ ഓയിലിലേക്കാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 3-4 വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അതുപോലെ ചെറിയ കഷ്ണം ഇഞ്ചി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നല്ലോണം ഒന്ന് മൂത്ത് കിട്ടണം. നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പുളിയാണ്. ഒരു ചെറിയ ഉരുള പുളി എടുത്തതിന് ശേഷം വാളൻ പുളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ എരിവിന് വേണ്ടി ഒരു 10-11 വറ്റൽ മുളക് കൂടെ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരല്പം കറിവേപ്പില കൂടി ചേർത്ത് നല്ലോണം ഒന്ന് നമുക്കിതൊന്ന് വറുത്തെടുക്കാം. നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും മുളകും എല്ലാം നല്ലോണം ഒന്ന് മൂത്ത് കിട്ടുന്നത് വരെ നമുക്കിതൊന്ന് വറുത്ത് കൊടുക്കാം. ഇതേ മസാലയിൽ ചേർത്ത ഓയിലിൽ തന്നെ നമ്മളിത് വറുത്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതിൻ്റെ ഫ്ലേവർ എല്ലാം തന്നെ നമ്മുടെ ഈ ഉള്ളിയിലൊക്കെ ഒന്ന് പിടിച്ച് കിട്ടും. ഇതിവിടെ നല്ലോണം കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഇത് നല്ലോണം ഒന്ന് അരച്ചെടുക്കണം. അപ്പം ഞാനിവിടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ആ മസാലകളെല്ലാം തന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതിവിടെ ഞാനിവിടെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ തന്നെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന മീൻ ചേർത്ത് കൊടുക്കാം. മീനിൻ്റെ മുള്ളെടുത്ത് മാറ്റണമെന്നുള്ളവർക്ക് അങ്ങനെ എടുത്ത് മാറ്റാം. ഞാനിവിടെ കുഞ്ഞൻ മത്തിയാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് അതിൻ്റെ മുള്ളുകൂടെ ഒന്ന് നല്ല ക്രിസ്പി ആവുന്ന രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുത്തതുകൊണ്ട് മുള്ളെടുക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് മുള്ള് വേണ്ടാന്നുണ്ടെങ്കിൽ മുള്ളെടുത്ത് മാറ്റാം. അപ്പോൾ അതുകൂടെ ചേർത്തതിന് ശേഷം നമുക്ക് ഒന്നുകൂടെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഞാനിവിടെ മീനും കൂടെ ചേർത്ത് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു നാളികേരത്തിൻ്റെ 1/4 ഭാഗത്തോളം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നാളികേരം കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ മീൻ ഫ്രൈ ചെയ്തപ്പോൾ തന്നെ കുറച്ച് ഉപ്പ് ചേർത്തിരുന്നു. അപ്പോൾ അത് കണക്കാക്കി വേണം നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട്. അതുകൂടെ ചേർത്ത് നല്ലോണം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ വളരെ ടേസ്റ്റിയായ മീൻ ചമ്മന്തിയുടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. വളരെ ടേസ്റ്റാണ്. ചോറിനൊക്കെ കഴിക്കാൻ പറ്റിയ ഈ ഒരൊറ്റ കറി മാത്രം മതിയാവും. അപ്പോൾ ടേസ്റ്റിയായ ഈ ചമ്മന്തി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഡേവിസ് പ്ലാൻ എന്ന എൻ്റെ ഈ കുഞ്ഞു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഓണാക്കി ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാൻ മറക്കരുതേ. ഒരുപാട് നന്ദിയുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.